മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ക്ഷീണത്തിനും ദാഹത്തിനും വിശപ്പിനും ഒക്കെ പറ്റിയൊരു പാൽമുട്ട ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ആദ്യം നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് മുട്ടയും പൊട്ടിച്ചെടുക്കാം. മുട്ട പൊട്ടിച്ചെടുത്ത ശേഷം നമുക്കത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ലപോലെ അടിച്ചെടുക്കണം കേട്ടോ. നമുക്കൊരു ഇച്ചിരി പഞ്ചസാരയും കൂടെ, ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണോ അര സ്പൂണോ, നമുക്ക് പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ദാഹത്തിന് നല്ല, ക്ഷീണത്തിന് നല്ലതാ. നമുക്ക് ആദ്യം പാൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ആ അടിച്ചെടുത്ത മുട്ടയ്ക്കകത്തേക്ക് ആ പാൽ ഒഴിച്ച് കൊടുക്കുക. പാൽമുട്ട കണ്ടോ? നല്ല സൂപ്പർ പാൽമുട്ട ചായ. മുട്ട ചായയല്ല, പാൽമുട്ട. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ക്ഷീണം മാറും, ദാഹം മാറും, വിശപ്പ് മാറും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമുക്കൊന്ന് കുടിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ? കുടിക്കാം. ആയി അല്ല, സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ ചായ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പാല് തിളപ്പിച്ചെടുക്കുക. ആ തിളപ്പിച്ചെടുത്ത പാല് മുട്ട നല്ലപോലെ അടിച്ചെടുക്കുക. മധുരം വേണ്ടിയവരാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കുടിച്ചു നോക്കിയേ, എന്ത് രുചിയാണെന്നറിയാമോ? ഇത് ക്ഷീണം മാറാനും നല്ലതാ കേട്ടോ, വിശപ്പ് മാറാനും നല്ലതാ. നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ശോശാമ്മ കിച്ചൺ.